ഫേഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 പ്ലേ ഓഫിൻ്റെ ഫസ്റ്റ് ലെഗ് മത്സരങ്ങൾ നടന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റൗണ്ട് അപ്പ് പോലത്തെ പരിപാടിയാണ്. നമ്മൾ ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. അപ്പോൾ റൗണ്ട് അപ്പ് പോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ ബോഡോ ഗ്ലിംറ്റിൻ്റെ വിശേഷത്തിൽ നിന്ന് തുടങ്ങാം. അതായത് നോർവീജിയൻ സൈഡായിട്ടുള്ള ബോഡോ ഗ്ലിംറ്റ് മൈറ്റി ഇന്റർ മിലാനെ 3-1 എന്നുള്ള സ്കോർ ലൈനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഫസ്റ്റ് ലെഗിൽ. അപ്പോൾ അതൊരു ഇൻക്രെഡിബിൾ റിസൾട്ടാണ്. ബോഡോ ഗ്ലിംറ്റ് എന്ന് പറഞ്ഞാൽ നോർത്തേൺ നോർവേയിലുള്ള ആർട്ടിക് മേഖലയിലുള്ള ഒരു സൈഡാണ്. അവർ ഇങ്ങനെ ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പരിപാടി നടത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ അവർ ആ ഒരു പ്ലേ ഓഫിലേക്കുള്ള ഇടം പിടിച്ചത് തന്നെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റീനെ, പെപ്പിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റീനെ അവർ പരാജയപ്പെടുന്ന നമ്മൾ കണ്ടു. അതേപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുന്ന നമ്മൾ കണ്ടു. അതും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോമിൽ. മാൻ സിറ്റീനെ അവർ ആസ്മീറ എന്ന് പറയുന്ന അവരുടെ 8200 ആളുകൾ ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ ആ ഒരു സ്റ്റേഡിയത്തിലാണ് പരാജയപ്പെടുത്തിയതെങ്കിൽ മെട്രോപൊളിറ്റാനയിലാണ് അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആ രീതിയിൽ അവരിപ്പോൾ പിന്നെ റൗണ്ട് ഓഫ് 16 പ്ലേ ഓഫിലേക്ക് കടക്കുന്നു. റൗണ്ട് ഓഫ് 16 പ്ലേ ഓഫിൽ അവർ ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇറ്റാലിയൻ സൈഡുകളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സമയമല്ല, പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ. യെസ്, അവർ കഴിഞ്ഞ സീസണിൽ ഇൻസാഗയുടെ കീഴിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തി. അതിന് മുമ്പും മാൻ സിറ്റിക്കെതിരെയും അവർ റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പരാജയപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു, ഇന്റർ മിലാൻ്റെ കാര്യം. പക്ഷേ ഓവറോൾ അവരുടെ പ്രകടനം അത്ര ഇമ്പ്രസീവ് ഒന്നും അല്ല. ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത്തിരി കൺസേണിങ് ആണ്. അതായത് യുവൻറ്റസിനെ ഗലറ്റാസറെ പഞ്ഞിക്കിടുന്ന നമ്മൾ കണ്ടു ഗലറ്റാസറയുടെ ഹോമിൽ. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്റർ മിലാനെ ബോഡോ ഗ്ലിംറ്റ് പരാജയപ്പെടുന്നു. സാൻസിറോയിൽ വെച്ചിട്ട് സെക്കൻഡ് ലെഗിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാമെന്നുള്ളത് തന്നെയായിരിക്കും ഇന്റർ മിലാൻ കരുതുന്നുണ്ടായിരിക്കാം. പക്ഷേ സ്റ്റിൽ ഇതൊരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ്. ബോഡോ ഗ്ലിംറ്റ് ഫൈറ്റേഴ്സാണ്, അവരങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള സൈഡല്ല. പിന്നെ അറ്റ്ലാന്റ പരാജയപ്പെടുന്നു. അപ്പോൾ ആ രീതിയിൽ നാപ്പോളി ഓൾറെഡി, അതായത് ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 പ്ലേ ഓഫിലേക്ക് പോലും കടക്കാതെ പുറത്തു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ സ്ഥിതിയുള്ളത്. അപ്പോൾ ഇനി ഈ ബോഡോ ഗ്ലിംറ്റിനെ കുറിച്ച് വളരെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാനാണ് എൻ്റെ പ്ലാനുള്ളത്. കാരണം കുറേ കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അവർ 1916 ഫോം ചെയ്തിട്ടുള്ളൊരു ക്ലബ്ബാണ്. പക്ഷേ ഈ നോർത്തേൺ നോർവേയിലെ സൈഡുകൾക്കൊരു പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നു. ഡിസ്ക്രിമിനേഷൻ പോലും നേരിടുന്ന ആളുകളായിരുന്നു. 54,000-ഓളം ആളുകൾ മാത്രം വസിക്കുന്നൊരു ചെറിയ ടൗണാണ്, ഫിഷിംഗ് ടൗണാണ്. അവരെ ഓസ്ലോ, നോർവേയുടെ ക്യാപിറ്റൽ സിറ്റിയിലൊക്കെ അവർക്ക് ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവരുടെ ആക്സെൻറ്റ് ഡിഫറൻ്റ് ആണ്. മാത്രമല്ല ഈ നോർത്തേൺ നോർവേയിലുള്ള സൈഡുകളെ ഈ പിന്നെ എന്താ പറയുക, നാഷണൽ ലീഗ് ടൈറ്റിലുകളിലേക്ക് അവർക്ക് ഡയറക്റ്റ് എൻട്രിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട തരത്തിലുള്ള സംഭവമാണ്. മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം. എന്തായാലും 1916 ഫോം ചെയ്തിട്ടുള്ള ക്ലബ്ബ് ആദ്യമായിട്ടൊരു ലീഗ് ടൈറ്റിലൊക്കെ അടിക്കുന്നത് 2020 മാത്രമല്ല, ഇപ്പോൾ അവസാനത്തെ 5 വർഷത്തിൽ 4 ടൈറ്റിലുകളും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് അവർ ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അവർ 1975 ആ ഒരു കപ്പ്, നോർവീജിയൻ കപ്പ് അടിച്ചതോടിയിട്ടാണ് ഭീകരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, വലിയ വാർത്തയായിട്ട് മാറിയിട്ടാണ്. ആദ്യമായിട്ടൊരു നോർത്തേൺ നോർവീജിയൻ സൈഡ് അത്തരത്തിൽ ആ കപ്പ് അടിക്കുന്നു. പിന്നീട് ആദ്യമായിട്ട് നോർത്തേൺ നോർവീജിയൻ സൈഡ് ടൈറ്റിലടിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അപ്പോൾ 2018 അവിടെ വന്നിട്ടുള്ള മാനേജർ വരുത്തിയിട്ടുള്ള മാറ്റം, ന്യൂട്സൺ എന്ന് പറയുന്ന ചങ്ങായി വരുത്തിയിട്ടുള്ള മാറ്റം, അത് അതിഭീകരമാണ്. അപ്പം അവിടെ ആ പാഷനായിട്ടുള്ള ഫാൻസ്, മാത്രമല്ല അവിടെയുള്ള ആ ഒരു വെതർ കണ്ടീഷനും ക്ലൈമാറ്റിക് കണ്ടീഷനൊക്കെ ഇത്തിരി ഇടങ്ങറാണ്. സ്നോഫോൾ പലപ്പോഴായിട്ട് നടക്കുന്നതാണ്. ഓരോ മത്സരത്തിന് മുമ്പായിട്ട് അവർ ഗ്രൗണ്ട് ക്ലിയറൻസ് നടത്തുന്ന കാര്യങ്ങളും, അതായത് ഈ സ്നോയും കാര്യങ്ങളൊക്കെ മാറ്റുന്നതും, പിന്നെ ഇതിനിടയിൽ അവർ ബാങ്ക്രപ്സി നേരിടേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അവരെങ്ങനെ ഉയർത്തിയെഴുന്നേറ്റത് മാത്രമല്ല, ഇപ്പോൾ നോർവേയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ക്ലബ്ബായിട്ട് മാറിയിരിക്കുകയാണ്. യൂറോപ്പിൽ തന്നെ വലിയ തോതിൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലൊരു ക്ലബ്ബായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ ഇച്ഛാശക്തിയും അവരുടെ ഒരു കളക്റ്റീവ് എഫേർട്ടും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ അവരുടെ മാനേജർ ഒരിക്കലും വിൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേട്ടുള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ മത്സരത്തിന് ശേഷം പെർഫോമൻസ് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല എന്നാണ് ചെങ്ങായി പറഞ്ഞത്. നമ്മൾ വിചാരിച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നില്ല. 3-1 ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വർത്താനൊക്കെ പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മെൻറ്റാലിറ്റി പൊസസ് ചെയ്യുന്നു. അവർ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് കൂടുതലും അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ആ ഏരിയയിലുള്ള കുറേ പ്ലേയേഴ്സും അതേപോലെ തന്നെ നോർവേയിലുള്ള കുറേ പ്ലേയേഴ്സും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഒരു വല്ലാത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ യൂറോപ്പിൽ തന്നെ മികച്ച രീതിയിലുള്ള റിസൾട്ടുകൾ, അതായത് മാൻ സിറ്റീനെയൊക്കെ പരാജയപ്പെടുത്തി, നേരത്തെ റോമേനെയൊക്കെ പരാജയപ്പെടുത്തിയപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല.
6-1 എന്നുള്ള സ്കോറിൽ ജോസെ മൊറീനോയുടെ റോമേനെ കോൺഫറൻസ് ലീഗിൽ ഒരു തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് 6-1 എന്നുള്ള സ്കോറിൽ ജോസെ സംബന്ധിച്ചോളം അതൊരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടായിരുന്നു. അത്തരത്തിലുള്ള റിസൾട്ടുകൾ അവരുടെ ചില ഇംപ്രസീവായിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവർ സെൽറ്റിക്കിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, റോമേനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഡൈനാമോ സാഗ്രെബിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ബെഷിക്ടാസിനെ, റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെ, പോർട്ടോയെ, ബെഷിക്ടാസിനെ വീണ്ടും പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഒളിമ്പിയാക്കോസിനെ, ലാസിയോനെ, മാൻ സിറ്റീനെ, ഇന്റർ മിലാനെ. ഇത് അവരുടെ ഹോമിലുള്ള ഇംപ്രസീവായിട്ടുള്ള വിജയങ്ങളാണ്. അവരുടെ തട്ടകത്തിൽ ആസ്മീര സ്റ്റേഡിയം എന്ന് പറയുന്ന തട്ടകത്തിലുള്ള വിജയങ്ങളാണിത്. പുറത്തും ഇംപ്രസീവായിട്ടുള്ള വിക്ടറീസ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് അവർ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയപ്പോൾ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചുള്ളത്. അപ്പോൾ ആ രീതിയിൽ കുറേ കഥകൾ അവരെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ്. മാത്രമല്ല അവരുടെ ഈ എക്സ്ട്രീം വെതർ കണ്ടീഷനും കാര്യങ്ങളൊന്നും അവരുടെ ലീഗും കാര്യങ്ങളൊക്കെ അവർ നവംബർ മാസമായപ്പോൾ നിർത്തിവെച്ചതായിരുന്നു. അങ്ങനെ അവർ വീണ്ടും 2026 ആയപ്പോൾ 3 മത്സരങ്ങളാണ് കളിച്ചത് ചാമ്പ്യൻസ് ലീഗിൽ. അതിൽ മാൻ സിറ്റിക്കെതിരെയും അതേപോലെ തന്നെ അത്ലറ്റിക് മാഡ്രിഡിനെതിരെയും ഇന്റർ മിലാനെതിരെയും. അവർ ലീഗ് സ്റ്റോപ്പായിട്ട് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ 3 മത്സരങ്ങളാണ് കളിച്ചത്. ആ 3ലും അവർ ഇംപ്രസീവായിട്ടുള്ള വിക്ടറി. വെറും 54,000 ആളുകൾ മാത്രം വസിക്കുന്ന നഗരത്തിലുള്ള, നഗരം എന്ന് പറയാൻ പറ്റില്ല, ടൗണിലുള്ള ക്ലബ്ബാണത്. അത് സുന്ദരമായിട്ടുള്ളൊരു ഒരു ഫുട്ബോളിംഗ് ഫെയറി ടെയിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ യെൻസ് പെറ്റർ ഹോഗും കാസ്പർ വാട്സ് ഹോഗും ഈ മത്സരത്തിൽ ഗോളുകൾ അടിക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. സെക്കൻഡ് ഹാഫിൽ ഇംപ്രസീവായിട്ടുള്ള പ്രകടനമാണ് അവരുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. മത്സരത്തിൻ്റെ തുടക്കം മുതൽ ബോഡോ ഗ്ലിംറ്റിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാണുന്ന 20-ാമത്തെ മിനിറ്റിൽ തന്നെ അവർ ലീഡ് എടുക്കുന്നു. അതിൽ തന്നെ ബാക്ക് ഹീൽ പാസ് ബ്യൂട്ടിഫുള്ളായിരുന്നു ഹോഗിൻ്റെത്. പക്ഷേ ഇന്റർ മിലാൻ പിന്നീട് മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഫോമർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർ ആയിട്ടുള്ള ഡാർമിയാൻ പോസ്റ്റ് അടിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ പിന്നെ നിക്കോ പരേലക്ക് നല്ലൊരു ചാൻസ് കിട്ടിയപ്പോൾ നേരെ ബോർഡോയുടെ കീപ്പറായിട്ടുള്ള നിക്കിത ഹൈക്കിൻ്റെ കൈകളിലേക്ക് അടിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. പക്ഷേ അവരുടെ ആ ഒരു പ്രഷറിന് അവർക്ക് ഗുണം കിട്ടുന്നു. അവർ ഈക്വലൈസർ അടിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അതിൽ തന്നെ നിക്കോ പരേലയുടെ ക്രോസിൽ നിന്ന് കാർലോസ് ഓഗസ്റ്റോയുടെ ഹെഡർ അത് എസ്പോസിറ്റോയുടെ അടുത്തേക്ക് വന്ന് വീഴുന്നു. എസ്പെസെറ്റ് അത് ഗോളാക്കി മാറ്റുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലുള്ള ഈ 2 ഗോളുകൾ മത്സരത്തിൻ്റെ ഗതി മാറ്റുന്നു. പിന്നെ ലോത്തറോ മാർട്ടിനസിൻ്റെ അറ്റംപ്റ്റും പോസ്റ്റ് അടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതോടുകൂടിയിട്ട് ഇന്റർ മിലാനെ സംബന്ധിച്ചോളം ഇനിയിപ്പോൾ എന്തായാലും അവരുടെ ഹോമിൽ ബോഡോ ഗ്ലിംറ്റിനെതിരെ ഈ 2 ഗോളിൻ്റെ ഡെഫിസിറ്റ് മറികടക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നുള്ളത്. അപ്പോൾ അതാണ് ആ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ന്യൂകാസിൽ യുണൈറ്റഡ് മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂകാസിൽ യുണൈറ്റഡ് കരബാഗിനെതിരെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. അസർബൈജാനിലേക്കുള്ള അവരുടെ യാത്ര നമ്മൾ മത്സരത്തിൽ കാണുന്നു. വളരെ ഇംപ്രസീവായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ന്യൂകാസിൽ യുണൈറ്റഡ് മാഗ്പൈസ്. അപ്പോൾ 1 ഡസൻ ഗോളുകൾ അവരടിക്കുന്നു. 6-1 എന്നുള്ള സ്കോർ ലൈനിനെ കരബാഗിനെ പരാജയപ്പെടുത്തുന്നു. ഇത് തന്നെ എഡി ഹാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതിയൊരു എക്സ്പെരിമെൻറ്റ് ചെങ്ങായി നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, വോൾട്ടമാഡ എന്ന് പറയുന്ന അവർ നല്ല രീതിയിൽ പൈസ കൊടുത്ത് കൊണ്ടുവന്നുള്ള സ്ട്രൈക്കറിനെ ഇപ്പോൾ ചെങ്ങായ ഒരു ഹൈബ്രിഡ് 8 or 10 എന്നുള്ള രീതിയിൽ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബ്രൂണോ ഗിമറേഷിന് ഇഞ്ചുറി പറ്റുള്ള സാഹചര്യത്തിൽ. അപ്പോൾ ഗോർഡനെ ഫോൾസ് നൈനായിട്ട് കളിപ്പിക്കുന്നു. ഗോർഡൻ ഈ മത്സരത്തിൽ 4 ഗോളുകൾ അടിക്കുന്ന ചിത്രം നമ്മൾ കണ്ടിരിക്കുകയാണ്. 4 ഗോളുകൾ. അപ്പോൾ ആളുടെ ഫോം പ്രീമിയർ ലീഗിലെ ഫോമും ചാമ്പ്യൻസ് ലീഗിലെ ഫോമും ഭയങ്കര ഡ്രാസ്റ്റിക് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആൾ മികച്ച രീതിയിലുള്ള ഗോൾ സ്കോറിംഗ് ഫോമാണ് ചാമ്പ്യൻസ് ലീഗ് കാഴ്ചവെക്കുന്നത്. പക്ഷേ പ്രീമിയർ ലീഗിൽ അത്ര നല്ല രീതിയിൽ, അതായത് ഓവറോൾ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിലിയൻ എംബാപ്പെ മാത്രമാണ് ഗോർഡനേക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളൂ. എംബാപ്പെ 14 ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയപ്പോൾ ഗോർഡൻ 12 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ മാത്രമല്ല ആൾ ജാനുവരിയിൽ ലിവർപൂളിനെതിരെ ഗോൾ അടിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലുണ്ടല്ലോ, ഓപ്പൺ പ്ലേയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് മുകളിൽ ഗോൾ അടിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഗോൾഡനെ സംബന്ധിച്ചോളം. ആ ഒരു ഡ്രോട്ടാണ് അവിടെ അവസാനിച്ചിട്ടായിരുന്നത് ലിവർപൂളിനെതിരെ ആ ഗോൾ അടിച്ചപ്പോൾ. പക്ഷേ ആളുടെ ചാമ്പ്യൻസ് ലീഗ് ഫോം മികച്ചതാണ്. ഈ പറഞ്ഞ പോലെ എംബാപ്പെ മാത്രമാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ചാമ്പ്യൻസ് ലീഗിൽ നടത്തിയിട്ടുള്ളൂ. 4 ഗോളുകൾ ചെങ്ങനെ അടിക്കുന്നു. ന്യൂകാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ റൗണ്ട് ഓഫ് 16 ഉറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇനി കരബാഗിനെ ഈ ന്യൂകാസിൻ്റെ ഹോമിലേക്ക് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കും, അല്ലെങ്കിൽ 5 ഗോളിൻ്റെ ഡെഫിസിറ്റൊക്കെ അവർ മറികടക്കുന്നുള്ളത് ആരും പ്രതീക്ഷിക്കണം. പക്ഷേ ആ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ പറ്റാത്തതിലൊരു വിഷമം എഡി ഹൗക്കും ന്യൂകാസിനും ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതേപോലെ തന്നെ വോൾട്ടമാഡയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആൾ റീസെൻ്റായിട്ടാണ് വില്ല പാർക്കിൽ ഗോൾ അടിച്ചുകൂടിയിട്ട് ആളുടെ ഒരു 14 ഗെയിം ആ ഒരു ഗോളടിക്കാത്ത റണ്ണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു, ആ വരൾച്ച അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അത് 24-ാമത്തെ ചെങ്ങായുടെ ബർത്ത്ഡേ സമയത്ത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വൺസ് അഗൈൻ ചെങ്ങായ ഒരു ഹൈബ്രിഡ് 8/10 റോള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ സംബന്ധിച്ചാൽ ഈ ഒരു എവേ ഫോമിലുള്ള പ്രശ്നവും ന്യൂകാസിനായിട്ട് ഒരു പരിധി വരെ ഇപ്പോൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 3 എവേ ഗെയിംസ് ഇൻ എ റോ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇംപ്രസീവ്. അപ്പോൾ അത് 3 സെപ്പറേറ്റ് കോമ്പറ്റീഷനിലാണ് എന്നുള്ള കാര്യം ഓർക്കണത്. എനിവേ ജോ വില്ലോക്കിനെ ആ ഒരു സ്റ്റാർട്ടിംഗ് നമ്പർ 8 ആയിട്ട് കളിപ്പിക്കുന്നതും വോൾട്ടമാഡനെ ഈ ഒരു 8/10 ആയിട്ട് കളിപ്പിക്കുന്നതും ഗോർഡനെ ഫോൾസിനായിട്ട് കളിപ്പിക്കുന്നതും ഒക്കെ
ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷനായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കണ്ടിട്ടുണ്ട് തരത്തിലുമ്പോൾ എന്തായാലും അവർ ടോപ്പ് 5 പുഷ് കൂടി പ്രീമിയർ ലീഗ് നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു യാത്ര അസർബൈജാനിലേക്കുള്ള യാത്ര കഴിഞ്ഞതിന് ശേഷം മാൻ സിറ്റിക്കെതിരെയാണ് പ്രീമിയർ ലീഗ് കളിക്കാൻ പോകുന്നത്. മാൻ സിറ്റി നിരന്തരം ന്യൂകാസിൽ യുണൈറ്റഡിനെ എത്തിഹാദിൽ പരിപ്പളക്കുന്നത് എന്ത് സംഭവങ്ങൾ കാത്തിരുന്നാലും സിറ്റിനെ സംബന്ധിച്ചോളം ഒരു ടൈറ്റിൽ റേസിൽ ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ് അവരുടെ മുമ്പിൽ ഇന്ന് രാത്രിയാണ് ആ മത്സരമുള്ളത്. എനിവേ ഇനി നമ്മൾ PSG മത്സരത്തിൽ വരാം. PSG ഈ ഒരു പ്ലേ ഓഫ് മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ഫ്രഞ്ച് മത്സരമായിരുന്നു, മൊണാക്കോക്കെതിരായിരുന്നു. അപ്പോൾ മൊണാക്കോയുടെ ഹോമിലാണ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. 3-2 എന്നുള്ള സ്കോർ ലൈനാണ് PSG വിജയിച്ചുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ PSG സംബന്ധിച്ചോളം 2-0 അവർ പുറകിൽ പോയിട്ടുണ്ടായിരുന്നു. മൊണാക്കോയുടെ ഗ്രേറ്റ് സ്റ്റാർട്ട് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പിന്നീട് ആ ഒരു ലീഡ് സറണ്ടർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഗൊലോവിൻ എന്ന് പറയുന്ന ചങ്ങായിക്ക് റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ. അതേപോലെ തന്നെ ഡെംബേലേക്ക് ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ ഡെസീരി ഡുവെ വരുന്നു. ഡെസീരി ഡുവെ ഒരു മേജർ ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹക്കീമിയും ഗോൾ അടിക്കുന്ന സാധനങ്ങളുണ്ട്. ആ ഈക്വലൈസർ ഗോൾ ഹക്കീമിനെ അടിക്കുന്നത് 2-1 ആക്കുന്നത് ഡെസീരി ഡുവാണ്, 2-2 ആക്കുന്നത് ഹക്കീമി, പിന്നീട് 3-2 ആക്കുന്നത് ഡെസീരി ഡുവാണ്. ഈ മത്സരത്തിലുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ എന്താണ് 29ാമത്തെ മിനിറ്റിലാണ് ഡുവയുടെ ആദ്യത്തെ മത്സരത്തിൽ ഗോൾ വരുന്നത്. ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ് 41ാമത്തെ മിനിറ്റിൽ ഹക്കീമി ഈക്വലൈസർ അടിക്കുന്ന സാധനങ്ങളുണ്ട്. 55 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഗൊലോവിൻ ഒരു ക്രോസ് കൊടുക്കുന്നു. ബലോഗൻ ബോക്സിൽ അൺമാർക്ഡ് നിൽക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ആൾ സഫനോ എന്ന് പറയുന്ന കീപ്പറിനെ മറികടന്നുള്ള ഹെഡർ അടിക്കുന്ന സാഹചര്യം കാണുന്നു. അപ്പോൾ ഇത് ഒരു റെക്കോർഡ് ഗോളാണ്. എന്താ വെച്ചാൽ മൊണാക്കോ ഏതെങ്കിലും യൂറോപ്യൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോളായിരുന്നു ആ ഗോൾ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല PSG സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു യൂറോപ്യൻ സ്റ്റേജിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഏറ്റവും ഏർലിയസ്റ്റ് ഗോൾ കൂടിയായി അത് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാരീസിയൻസ് കൺട്രോൾ എടുക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു അടുത്ത 15 മിനിറ്റിൽ. പക്ഷേ അവർ ഇതിനിടയിൽ തന്നെ ആ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അങ്ങനെയാണ് രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് അക്ലിയോഷിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ബോളായിരുന്നു ബലോഗനച്ചങ്ങായി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ മാർക്കീനിയോസിൻ്റെ ഫോം PSG സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്, ആളുടെ ഫോം. അതേപോലെ തന്നെ ഡൊണറൂമ പോയതിനു ശേഷം ആ ഒരു കീപ്പർ ഏരിയയിൽ ഇപ്പോൾ സഫനോ ആണെങ്കിലും അതേപോലെ തന്നെ ഷെവലിയർ ആണെങ്കിലും വലിയ തോതിൽ ഡൊണറൂം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് സോഫാർ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന കാര്യമാണ്. അതേപോലെ തന്നെ അവരുടെ ഒരു പ്രധാന പ്രശ്നം എന്താണ് ഈ സീസണിൽ അവർ നേരിടുന്നതെന്ന് വെച്ചാൽ അവർ യൂഷ്വലി അവരുടെ ഫ്രഞ്ച് ലീഗ് ടൈറ്റിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്യാറുണ്ടല്ലേ. പിന്നെ എന്താണ് കാര്യങ്ങളൊക്കെ അക്കാഡമിക് ആവാറുണ്ട് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തും, അല്ലെങ്കിൽ ഈ ഒരു സമയത്തിലേക്ക് എത്തും. പക്ഷേ അവിടെ അങ്ങനെയല്ല ഇത്തവണ. അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈറ്റിൽ റേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ 2 കോമ്പറ്റീഷനിൽ കാര്യമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ സീസൺ എന്നൊക്കെ പറഞ്ഞാൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ലീഗിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. ഇവിടെയും ബോധർ ചെയ്യണം, അവിടെയും ബോധർ ചെയ്യേണ്ട സിറ്റുവേഷനാണ്. അവിടെ നിലവിൽ എന്താണ് ലോൻസ് എന്ന് പറയുന്ന ക്ലബ്ബാണ് 1ാം സ്ഥാനത്തിരിക്കുന്നത്. യെസ്, തൊട്ട് പുറകിൽ PSG ഉണ്ട്. PSG തൊട്ട് മുമ്പത്തെ ലീഗ് മത്സരത്തിൽ പരാജയപ്പെടുന്നു. ലീഗൻ മത്സരത്തിൽ റെന്നിനെതിരെ പരാജയപ്പെടുന്നു. ആ മത്സരത്തിന് ശേഷം ചില പൊട്ടിത്തെറികളും കാര്യങ്ങളും സംഭവിക്കുന്നു. ഡെംബേലെ പറയുന്നുണ്ട് നമ്മൾ ആ ക്രസ്റ്റിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസത്തിൽ കളിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ നമ്മൾ സെൽഫായിട്ട് കളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. അതിനെ തള്ളി പറയുന്ന സാഹചര്യം ലൂയിസ് എൻട്രിക്ക് നടത്തുന്നു. അതൊക്കെ ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ സംസാരിച്ച കാര്യമാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. പിന്നെ എന്തായാലും ഈ മത്സരത്തിൽ വീണ്ടും ഡെംബേലേക്ക് ഇഞ്ചുറി പറ്റുന്നു. ഡെസീരി ഡുവെ ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഡെസീരി ഡുവേനെ ഉന്നം വെച്ചിട്ട് തരത്തിലുള്ള വർത്തമാനങ്ങളായിരുന്നു എന്നുള്ളതൊക്കെയാണ്. അതേപോലെ തന്നെ ബരട്സ്കേലിയ കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചിട്ടുള്ള രീതിയിലുള്ള ഫോമിലേക്ക് എത്തിയില്ല. പിന്നെ ഈ ഡിഫൻസിൽ പറഞ്ഞ പോലെ മാർക്കിനിയോസിൻ്റെയും ഈ ഗോൾ കീപ്പർ ചേഞ്ചും അതൊക്കെ PSG കുറച്ച് അലട്ടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ PSG ആ ഒരു അഡ്വാൻറ്റേജ് നേടിയെടുത്തിട്ടുണ്ട്. 3-2 എന്നുള്ള സ്കോറിന് അവർ ഫസ്റ്റ് ലെഗ് വിജയിക്കുന്നു. സെക്കൻഡ് ലെഗ് പാരീസിൽ വെച്ച് വിജയിക്കാമെന്ന് തന്നെയായിരിക്കും അവർ കരുതുന്നുണ്ടായിരിക്കും. അത്തരത്തിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല ഗ്രാജുവലി ആ ഒരു ലാറ്റർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഫോമിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്ന് തന്നെയായിരിക്കും ലൂയിസ് എൻട്രിക്ക് കരുതുന്നുണ്ടായിരിക്കും. പിന്നെ പറഞ്ഞ പോലെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല ചാമ്പ്യൻസ് ലീഗിൽ അല്ലേ. അധികം സംഭവിക്കാത്തൊരു കാര്യമാണല്ലോ അത്. റയൽ മാഡ്രിഡ് 3 പീറ്റ് അടിച്ചെന്ന് പറഞ്ഞാൽ അത് റയൽ മാഡ്രിഡ് ആയതിൻ്റെ അവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത്തരത്തിൽ ബാക്ക് ടു ബാക്ക് ടൈറ്റിലുകൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇടങ്ങൽ പിടിച്ച സംഭവമാണ്. അപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയും കാര്യങ്ങളും വേണം. അത് PSG ഉണ്ടാവില്ല എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിൽ സംഭവമാണ്. അപ്പോൾ ഈ ഗോലോവിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങായിനെ ലീഗിലും ആൾക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നാൻഡസിനെതിരെയുള്ള മത്സരത്തിൽ. ഇവിടെയും 48ാമത്തെ മിനിറ്റിൽ ആൾക്ക് കിട്ടിയുള്ള റെഡ് കാർഡ് മത്സരത്തിൽ ഒരു ഡിസൈസീവ് മൊമെൻ്റായി പോയി. വിറ്റീനയ്ക്കെതിരെ നടത്തിയിട്ടുള്ള ഫൗളിലാണ് ചെങ്ങായിക്ക് ആ റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് സേരമീരിയുടെ ഇമ്പാക്റ്റിലാണ് ഡെസീരി ഡുവയുടെ 67ാമത്തെ മിനിറ്റിൽ വിന്നിംഗ് ഗോൾ വന്നത്. അപ്പോൾ പൊക്കോയുടെ മാനേജർ പൊക്കനോലി ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ. അതായത് മാർക്കീനിയോസിൻ്റെ ഹാൻഡ് ബോൾ അത് പെനാൽറ്റി കൊടുക്കാതിരുന്നത് ആളൊരു കൺസേൺ ആയിട്ട് പറയുന്നുണ്ട്. അത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു എനിവേ. അപ്പോൾ അതാണ് PSG മത്സരത്തെക്കുറിച്ച് പറയുന്നത്. ഇനി അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ക്ലബ് ബ്രൂഗിനെതിരായ മത്സരം ഉണ്ടാകും. ക്ലബ് ബ്രൂഗിൻ്റെ ഹോമിൽ ഇപ്പോൾ ബെൽജിയത്തിൽ വെച്ച് നടന്ന മത്സരം 3-3 എന്നുള്ള സമനിലയാണ് പിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ലെഗിൽ മെട്രോപൊളിറ്റാനിൽ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാമെന്നുള്ള തന്നെയായിരിക്കും അവർ കരുതുന്നുണ്ടായിരിക്കും. പക്ഷേ അവർ ലീഡുകൾ സറണ്ടർ ചെയ്യുന്ന രീതി അത്ര നല്ലതൊന്നല്ല. യെസ്, അവർ
കോപ്പ ആ ഒരു സെമി ഫൈനലിൽ ഫസ്റ്റ് ലെഗിൽ ഇംപ്രസീവായിട്ടുള്ള വിക്ടറി ബാഴ്സലോണയ്ക്കെതിരെ നേടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ലീഗിൽ അത് തൊട്ട് അടുത്ത മത്സരത്തിൽ അവർ പരാജയപ്പെടുന്ന നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് മത്സരത്തിൽ അവർ ലീഡ് സറണ്ടർ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും അവർക്ക് ലീഡ് എടുക്കാൻ സാധിച്ചു, 3-2 ആക്കാൻ സാധിച്ചു. പക്ഷേ അത് വീണ്ടും ഒരു ഓൺ ഗോളിലൂടെ അവർ ലീഡ് തിരിച്ചു പിടിച്ചെങ്കിലും ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം അവർ വീണ്ടും ലീഡ് സറണ്ടർ ചെയ്യണം. അപ്പോൾ അത് സിമിയോണിനെ സംബന്ധിച്ചോളം സിമിയോണിൻ്റെ ടീമിൻ്റെ ഡിഫെൻഡിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പണ്ട് ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കോമ്പാക്ട്നെസ് ഒന്നും ഇപ്പോൾ പലപ്പോഴായിട്ട് കാണുന്നില്ല എന്നുള്ളതൊരു കൺസേൺ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ സെക്കൻഡ് ലെഗിൽ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാമെന്നുള്ള തന്നെയായിരിക്കും കരുതുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവരുടെ ക്ലബ് ബ്രൂഗിൻ്റെ ഈ പറഞ്ഞ പോലെ അവർ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള സമയത്ത് പ്രസ് ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ കൗണ്ടർ പ്രസ് ചെയ്ത് അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്തപ്പോൾ അതിനെ തടയാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് സാധിക്കാത്തൊരു സാഹചര്യം ഈ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കൺസേണിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ യുവൻറ്റസിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യുവൻറ്റസ് തുർക്കിയിലേക്ക് പോയിട്ടേ ഗലറ്റാസറയ്ക്കെതിരെ നല്ല രീതിയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. 5-2 എന്നുള്ള സ്കോർ ലൈനിന് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ് ഇറ്റാലിയൻ സൈഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്പലറ്റിയാണ് യുവൻറ്റസിൻ്റെ മാനേജ്. സ്പലറ്റി വന്നതിന് ശേഷം കുറച്ച് ടേൺ അറൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഫോമിൽ. പക്ഷേ എന്താണ് ഇഗോർ തുഡോർ ആയിരുന്നല്ലോ അവിടെ മാനേജറായിരുന്നു. ഇപ്പോൾ സ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ചെങ്ങാനെ. ഇഗോർ തുഡോറിനെ സാക്ക് ചെയ്തിട്ടാണ് ഈ ചെങ്ങാനെ കൊണ്ടുവന്നത്, സ്പാലറ്റി നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വേറെ ഇറ്റാലിയൻ ക്ലബിനൊന്നും മാനേജ് ചെയ്യില്ല എന്നൊക്കെ വർത്തമാനം പറഞ്ഞായിരുന്നു. നാപ്പിളിയിലിരിക്കും, അങ്ങനെ യുവൻറ്റസിലേക്ക് പോകുന്നു. ഇപ്പോൾ യുവൻറ്റസിന് മുമ്പത്തെ ആ ഒരു പിന്നെ ഇറ്റാലിയൻ ഡാർബിയിൽ ഇന്റർ മിലാനെതിരെയുള്ള മത്സരത്തിൽ അവർ പരാജയപ്പെട്ടപ്പോൾ കലൂലുവിന് റെഡ് കാർഡ് കൊടുത്തതൊന്നും അത്ര സുഖമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ ആ റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള ഇൻസിഡൻറ്റിൽ ബസ്റ്റോണിയുടെ ഒരു ഡൈവാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ കലൂലുവിനെ സ്റ്റുപ്പിഡ് എന്ന രീതിയിലൊക്കെ ഇന്റർ മിലാൻ്റെ കോച്ച് കീവു ലേബൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. സ്പലറ്റിയും അതിനെതിരെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ഈ എന്താ പറയുക, ആ ഒരു ടണലിൽ യുവൻറ്റസിൻ്റെ ഡയറക്ടർമാരും റഫറിയും തമ്മിൽ വാഗ്വാദവും കാര്യങ്ങളൊക്കെ ആ റെഡ് കാർഡിന് ചൊല്ലിയിട്ടുണ്ടാകുന്ന സാധനം ഉണ്ടായി. അതായത് കിലീനിയും അതേപോലെ തന്നെ കൊമോലിയും ഒക്കെ. അപ്പോൾ അത്തരത്തിൽ വളരെ നാസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ആ മത്സരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എനിവേ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മത്സരത്തിൽ തുർക്കിയിൽ പോയിട്ട് ഗലറ്റാസറയുടെ ഹോം ഒരു ഹെല്ലാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ പോയിട്ട് പണ്ടാറടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ മക്കേനിനെയൊക്കെ ആ ഒരു ഫോൾസ് നൈനൊക്കെ ആയിട്ടാണ് ഈ മത്സരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇൽഡിസിൻ്റെയും കോൺസെസായോടെയൊക്കെ ഫോം ഇത്തിരി കൺസേൺ ആണ്. ഇൽഡിസൊക്കെ ടെറിഫിക് പ്ലെയറാണ്, പക്ഷേ ഒരു തുർക്കിക്കാരനാണ്. ഗലറ്റാസറയുടെ ഹോമിലേക്ക് പോയപ്പോൾ ആൾക്ക് ആ രീതിയിലുള്ള പ്രകടനവും കാര്യങ്ങളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാഹചര്യം. നോവ ലാങ്ങിൻ്റെ ഇംപ്രസീവായിട്ടുള്ള പ്രകടനവും കാര്യങ്ങളൊക്കെ ഈ മത്സരം കണ്ടു. 5-2 എന്നുള്ള സ്കോറിന് വിക്ടർ ഓസിമൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 5-2 വിജയിച്ചിരിക്കുകയാണ് ഗലറ്റാസറ. യൂഷ്വലി ഗലറ്റാസറയൊക്കെ ഉണ്ടല്ലോ ഈ ചാമ്പ്യൻസ് ലീഗിൽ, അവർ തുർക്കിഷ് ലീഗിൽ ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് അടിപതറാറുണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ അടിപതറാറുണ്ട്. പക്ഷേ ഇത് ഇറ്റാലിയൻ ജയൻറ്റുകളെ അവർ ഫസ്റ്റ് ലെഗിൽ പരാജയപ്പെടുത്തുകയാണ്. യുവൻറ്റസിനെ സംബന്ധിച്ചിടത്തോളം ഭീകരമായിട്ടുള്ള ഒരു കംബാക്ക് സ്റ്റോറിയൊക്കെ നടത്തേണ്ടി വരും സെക്കൻഡ് ലെഗിൽ ഈ ഒരു ലീഡൊക്കെ മറികടക്കണമെങ്കിൽ. അപ്പോൾ മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ യുവൻറ്റസിൻ്റെ കവാലിന് റെഡ് കിട്ടുന്ന സാഹചര്യം ഈ മത്സരം ഉണ്ടായിരുന്നു. അതും കാര്യങ്ങൾ അവർക്ക് കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്തായാലും ഗാലയെ സംബന്ധിച്ചോളം ഇംപ്രസീവ് ഫേമസ് വിക്ടറിയാണ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുള്ളത്. അതാണ് യുവയുടെ വർത്താനം. അതേപോലെ തന്നെ നമ്മൾ ഡോർട്ട്മുണ്ടിൻ്റെ വിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർട്ട്മുണ്ട് വളരെ ഇംപ്രസീവായിട്ടുള്ള വിക്ടറി കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നീക്കോ കൊവാച്ചിൻ്റെ സൈഡ് 2-0 എന്നുള്ള സ്കോർ ലൈനിന് ഇറ്റാലിയൻ സൈഡായിട്ടുള്ള അറ്റലാന്റയെ പരാജയപ്പെടുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുള്ളത്. ഗെറാസിയും ബെയറുമാണ് ഗോളുകൾ ഫസ്റ്റ് ഹാഫിൽ ഡോർട്ട്മുണ്ടിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. കൊവാച്ചിൻ്റെ ടീം ഇൻഫോം സൈഡാണ്. 6 ബുണ്ടസ്ലീഗ മത്സരങ്ങൾ അടുപ്പിച്ച് വിജയിച്ചിട്ടുള്ള സിറ്റുവേഷനിലാണ് അവരിയ്ക്കുന്നത്. അവർ ഒരു ചെറിയ ത്രെട്ട് ബുണ്ടസ്ലീഗയിൽ ബയേണിന് കൊടുക്കുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമാണെന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ സ്റ്റിൽ നല്ല രീതിയിലുള്ള പോയിൻറ്റ്സ് കിട്ടുന്നത്. 5-6 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ബയേണും ബൊറൂഷ്യ ഡോർട്ട്മുണ്ടും തമ്മിൽ. ഗെറാസി റെഡ് ഹോട്ട് സ്കോറിംഗ് ഫോമിലാണ്. അവസാനം 4 മത്സരങ്ങൾ 6 ഗോളും കാര്യങ്ങളൊക്കെ ചെങ്ങായി അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റിയേഴ്സൺ ആ ഫുൾ ബാക്ക് നല്ല രീതിയിൽ അസിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല 9 അസിസ്റ്റ് എങ്ങാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് അവർ ബുണ്ടസ്ലീഗയിൽ 51 പോയിൻറ്റ്സ് ഉണ്ട് 22 മത്സരം കഴിയുമ്പോൾ. ബാൻമുണിക്കുമായിട്ട് 6 പോയിൻറ്റ്സിന് വ്യത്യാസമാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊവാച്ചി അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇംപ്രസീവായിട്ടുള്ള വിക്ടറി അവർക്ക് അറ്റ്ലാന്റയ്ക്കെതിരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി മറ്റൊരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലെ മറ്റൊരു റിസൾട്ട് ലെവർക്യൂസൻ ജർമ്മൻ സൈഡ് ഒളിമ്പിയാക്കോസിനെതിരെ ഗ്രീക്ക് സൈഡിനെതിരെ 2-0 എന്നുള്ള സ്കോർ ലൈന് വിജയിക്കുന്ന ചിത്രം നമ്മൾ കണ്ടിരിക്കുകയാണ്. കാസ്പർ ഹ്യൂൽമണ്ടാണ് ലെവർക്യൂസൻ്റെ കോച്ച് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിലെ ചില വിശേഷങ്ങൾ, അതായത് റൗണ്ട് ഓഫ് 16 പ്ലേ ഓഫ് വിശേഷങ്ങൾ. ബോഡോ ഗ്ലിംറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അതിൻ്റെ പ്ലാനുള്ളതാണ്. എന്തായാലും ഇന്ന് ബാക്കി പരിപാടികൾ കാണാം, കളികൾ കാണാം.
ചെൽസിയുടെ കളിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാൻ സിറ്റി വേഴ്സസ് ന്യൂകാസ്ൽ യുണൈറ്റഡ് കളി, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫിക്സറാണ്. സാധാരണ മാൻ സിറ്റി ന്യൂകാസ്ൽ യുണൈറ്റഡിനെ തോൽപ്പിക്കാറാണുള്ളത് പതിവ് എറ്റിഹാദിൽ. പക്ഷേ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് സിനാരിയോയിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫിക്സർ ആയതുകൊണ്ട് മാൻ സിറ്റിക്ക് ആർസണലിന് മേലെ ശരിക്കും പ്രഷർ ഇടാനുള്ള ഒരു അവസരമുള്ള കാര്യത്തിൽ ഏത് രീതിയിലായിരിക്കും അവരുടെ പ്രകടനം കണ്ടറിയാം. FPL എന്തായാലും ഞാൻ ഹാളണ്ടിനെ പിടിച്ച് ക്യാപ്റ്റനാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ന്യൂകാസ്ൽ യുണൈറ്റഡ് പറഞ്ഞല്ലോ, മിഡ് വീക്കിൽ ഫിക്സറൊക്കെ ഉണ്ടായിരുന്നു. സിറ്റിക്ക് അത്തരത്തിലൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഗുഡ് ബൈ.